വേടന്റെ പാട്ടിനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ ഒരു കാര്യം ചെയ്യൂ, വേടനെ വിളിച്ച് ആ തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഈദ് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഒരു സംഗീത പരിപാടിയൊക്കെ നടത്തട്ടെ. സംഗീതം ഹറാമാണ് അവർക്ക്. ഇവരാണ് വേടനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നത്. മധുചേട്ടൻ നടത്തിയ ഈ പരാമർശത്തോട് വിയോജിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഒരാളും സഭ്യതരമായി ഒന്നും പറയരുത്. എൻ്റെ റിക്വസ്റ്റാണേ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, അതിനെ അധികരിച്ചുകൊണ്ട് നമുക്ക് മറുപടിയും പറയാം സഭ്യമായിട്ട്. നോക്കൂ, ഇവിടെ മധുചേട്ടനെ ക്രോധത്തിലാഴ്ത്തിക്കളഞ്ഞ മറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഷവർമയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിദ്വേഷ പരാമർശത്തെ എതിർത്തു. അതിൽ മുസ്ലിമീങ്ങളുണ്ട്. അദ്ദേഹത്തെ ആരെതിർത്താനും അദ്ദേഹത്തിന് വ്രണപ്പെടത്തില്ല. മുസ്ലിമീങ്ങൾ എതിർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായി അദ്ദേഹം വായി വരുന്ന എല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലേക്ക് നമുക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് വേടനെ പാളയം പള്ളി കയറ്റി പോലെ പാടിക്കും എന്നുള്ളതാണ്. ചേട്ടാ, നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണല്ലോ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസ്. ശ്രീകൃഷ്ണനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ മലയാളി നിസ്സംശയം പറയും, ഒന്ന് കെ എസ് ചിത്രയും ഒന്ന് യേശുദാസുമാണ്. ആ യേശുദാസ് എത്ര കാലമായി ഗുരുവായൂർ അമ്പലനടയിൽ വന്ന് അദ്ദേഹം കണ്ണൻ്റെ മുമ്പിൽ ഒന്ന് പാടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഏതെല്ലാം സംഘടനകളെ, എല്ലാം സംവിധാനങ്ങളെ അദ്ദേഹം ബന്ധപ്പെട്ടു. എറണാകുളം കാക്കനാട് നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് എൻ്റെ ഓർമ്മയിലിരിപ്പുണ്ട്. പ്രാണിക്ക് വരെ അതിൻ്റെ ഉള്ളിൽ കടക്കാം, പക്ഷേ എനിക്കത് കടക്കാൻ പറ്റില്ല എന്നുള്ള. അവിടെ മധുചേട്ടൻ പറയാൻ പോണ മറുപടി എന്താണ്? ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, രീതിശാസ്ത്രമുണ്ട്, അല്ലേ? അതല്ലേ? അതിന് വിപരീതം പ്രവർത്തിക്കുക എന്നുള്ളത് ആചാര ലംഘനമാണ്. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതിയല്ല. ആണേ എന്ന് പറഞ്ഞതുപോലെ പള്ളികൾ നമസ്കരിക്കാനുള്ളതാണ്. ചേട്ടന് പോലും അറിയാം. മദ്രസകൾ ധാർമ്മിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ളതാണ്. കുഞ്ഞു കൗമാരങ്ങൾ മദ്രസയിൽ രാവിലെ വന്നാൽ ആദ്യം പഠിക്കുന്നത് അദബുൻ മര്യാദ എന്നുള്ളതാണ്. അപ്പം മധുചേട്ടന് വ്യക്തമായില്ലേ? പള്ളി എന്നുള്ളത് ആരാധനാകർമ്മങ്ങൾക്കുള്ളതാണ്, മദ്രസ എന്നുള്ളത് ധാർമ്മിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ള സ്ഥലമാണെന്ന് വ്യക്തമായി. പ്രിയപ്പെട്ട മധുചേട്ട, ഇസ്ലാം കലകൾക്കും സാഹിത്യത്തിനും എതിരല്ല. മനുഷ്യർക്ക് ഉപയുക്തമായ എല്ലാ കലകളെയും സാഹിത്യത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അറിവിനാണ്, ധാർമ്മികമായ വിദ്യാഭ്യാസത്തിനാണ്. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടം എന്താണെന്നറിയോ? നോക്കൂ, നിങ്ങൾ ഇവിടെ ധനൂപേട്ടൻ കാളിച്ചേട്ടൻ അത് പറയും, ഒന്ന് കേട്ടു നോക്ക്. ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ജനിച്ചു കഴിഞ്ഞ ആ കുട്ടി കാണുന്ന ആളുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളും കൂട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അവിടുന്ന് ആ കുട്ടി കാണുന്നത്. ആ കുട്ടി മോശമായിട്ടുള്ള ഒരു കാഴ്ചയും അവരുടെ കുടുംബത്തിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഒരു ബുദ്ധി ഉറയ്ക്കുന്ന സമയമാകുമ്പോൾ കുട്ടികളെ മതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ് മദ്രസകളിലോട്ട്. ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു കൾച്ചറിലോട്ട് പോവുകയാണ്. മുസ്ലിം കുടുംബത്തിലായാലും ഗൾഫുകാര് കാര്യങ്ങൾ വരുന്നു, ഭയങ്കരമായിട്ടുള്ള സ്നേഹം, കൂടിച്ചേരലുകൾ, അനങ്ങിയ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു. ഹിന്ദുവിന്റെ കുടുംബത്തിലോട്ട് വരുമ്പോൾ നിങ്ങളെ വീട്ടിലൊരു കുട്ടി ജനിച്ചാൽ കുപ്പി, നിങ്ങളുടെ വീട്ടിൽ കുട്ടിക്ക് 28 കെട്ടാൻ കുപ്പി, നിങ്ങളുടെ കുട്ടിക്ക് പിറന്നാൾ കഴിക്കാൻ കുപ്പി, നിങ്ങളുടെ അച്ഛന് പിറന്നാൾ കഴിക്കാൻ കുപ്പി, അമ്മയ്ക്ക് പിറന്നാൾ കഴിക്കാൻ കുപ്പി, അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് കുപ്പി, അച്ഛന്റെ പട്ടടയ്ക്ക് വെക്കുമ്പോൾ കുപ്പി. മധുചേട്ടൻ കേട്ടല്ലോ അല്ലേ? എങ്ങനെയാണ് മുസ്ലിം സമൂഹം ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ കുപ്പിയിലേക്ക് തിരിയുന്നതിന് പകരം തൊപ്പിയിലേക്ക് തിരിച്ചത്? പള്ളിയുടെ മദ്രസയുടെ ഒക്കെ മുറ്റത്ത് രാവന്തിയോളം മനുഷ്യർക്ക് ഒരു ഉപകാരമില്ലാതെ തുള്ളലും ഉന്മാദത്തിലുമാഴ്ത്തി പാട്ടും ഗാനമേളയും ഡാൻസിനും ഒക്കെ അപ്പുറം അവർ പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിച്ചു. അവർ ഹൃദയത്തെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് ധാർമ്മികമായ വിജ്ഞാനം അവർക്ക് നൽകി. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന അറിവിനാണ്. അങ്ങനെ സാധ്യമാക്കിയെടുത്താണിത്. ഇവിടെ വേടൻ ഏത് സമൂഹമാണ്? വേടൻ്റെ പാട്ട് ആസ്വദിക്കാൻ പോകുന്ന ഏത് സമൂഹമാണ്? വേടനെ എപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ഏത് സമൂഹമാണ്? എല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നവരല്ലേ ചേട്ടാ? വേടൻ്റെ പരിപാടി സംഘടിപ്പിച്ചത് പള്ളി കമ്മിറ്റിയല്ലേ, ക്ഷേത്ര കമ്മിറ്റിയാ അല്ലേ? വേടൻ്റെ പാട്ടിനെ ആസ്വദിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാരല്ല. വേടനെ പ്രോത്സാഹിപ്പിക്കുന്നവരാ? പള്ളി കമ്മിറ്റി അല്ല, സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. അതിനെ നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടത് മറ്റ് അപര സമുദായത്തിൻ്റെ മേലല്ല എന്ന് മധുചേട്ടൻ ആദ്യം മനസ്സിലാക്കണം. ഇനി വേടൻ്റെ വിഷയത്തിൽ മധുചേട്ടൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾക്കോ പറ്റാത്തൊരു കാര്യം പരിശുദ്ധ ഇസ്ലാമിന് സാധ്യമാണ് കേട്ടോ, പാളയം പള്ളിക്ക് സാധ്യമാണ് കേട്ടോ. അതെന്താണെന്നറിയോ? വേടൻ ഇസ്ലാമിൻ്റെ മാർഗരേഖയിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ പാളയം പള്ളിയിൽ എന്തിനാ പാട്ട് പാടുന്നത്? അതിനേക്കാൾ പ്രയോറിറ്റി കിട്ടുന്ന കാര്യമല്ലേ? ഇപ്പം നിയമസഭയിലേക്ക് പോകുന്ന മുഴുവൻ MLA മാരും പാളയം പള്ളിയിൽ അനുസ്കരിക്കാൻ പോവുക. ഇവരെല്ലാം വേടൻ്റെ പിന്നിൽ മഴമുമായിട്ട് അണിനിരക്കും. വേടൻ ഇസ്ലാമിൻ്റെ മാർഗരേഖയിലൂടെ കടന്നു വരികയും
വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുഴുവൻ പഠിക്കുകയും ചെയ്താൽ, അദ്ദേഹം നല്ല ഒരു അറിവുള്ള ഒരു വ്യക്തിയായി മാറിയാൽ, അദ്ദേഹം പാളയം പള്ളി എന്നല്ല, ലോക മുസൽമാന്മാരുടെ ഏറ്റവും വലിയ സിംബലായ വിശുദ്ധമായ കഅബയിൽ നിൽക്കുന്ന വിശുദ്ധമായ മക്കത്തെ പള്ളിയിലെ ഇമാമാകാൻ വരെ വേടന് സാധ്യമാകുമെന്നുള്ളതാണ്. പക്ഷേ വേടൻ ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു സമൂഹത്തിൽ നിന്ന് അദ്ദേഹം ഏത് ജാതിയിലാണോ ജനിച്ചത് അതിൽ നിന്ന് ഒരു പടി മുകളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ? അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാം സമൂഹത്തില് നവോത്ഥാന നായകന്മാരുടെ ഒരു 10 പേരുടെ പേരിങ്ങോട്ട് പറഞ്ഞേ. ഇസ്ലാം സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ 10 പേരുടെ പേര് പറയൂ. ക്രിസ്ത്യൻ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ 10 പേര് പറയൂ. നമ്മൾ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അയ്യാവൈകുണ്ഠ സ്വാമിയിലാണ് അത് ആരംഭിക്കുന്നത്. ആധുനികകാല നവോത്ഥാനം അയ്യാവൈകുണ്ഠ സ്വാമിയിലാണ് ആരംഭിക്കുന്നത്. അയ്യങ്കാളിയിലാണ് തുടരുന്നത്. നാരായണഗുരുവിലും ചട്ടമ്പി സ്വാമിയിൽ. ഇത് അദ്ദേഹം ചോദിച്ചു, ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ ഉണ്ടായിട്ടുണ്ടോന്നാ, ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അതിനുണ്ട്. എന്നാൽ അദ്ദേഹം നവോത്ഥാന നായകന്മാരുടെ പേര് ഇങ്ങനെ എണ്ണി പറഞ്ഞു. അയ്യാവൈകുണ്ഠ സ്വാമി, ശ്രീനാരായണ ഗുരു, മഹാന്മാ അയ്യങ്കാളി, അല്ലേ? മധുസാറിനോട് എല്ലാ ബഹുമാന ആദരവ് നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഈ നവോത്ഥാനം? അതാദ്യം നമ്മൾ പഠിക്കണ്ടേ. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുമായി കേരളത്തിൽ രൂപം കൊണ്ട മതപരവും സാംസ്കാരികവുമായ പരിഷ്കരണത്തിനാണ് നവോത്ഥാനമെന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിർവചിക്കാറുള്ളത്. ഇതിൽ പരിഷ്കർത്താക്കളായി നവോത്ഥാന നായകന്മാരായി ബഹുമാനപ്പെട്ട മധുസാർ എന്നിവരാരൊക്കെയാണ്? അയ്യാവൈകുണ്ഠ സ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഇവർ ഏത് സമൂഹത്തെയാണ് പരിഷ്കരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദ്യം പ്രസക്തമല്ലേ? ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ അവർ ശ്രമിച്ചോ? അല്ല. ക്രിസ്ത്യാനിറ്റിയെ പരിഷ്കരിക്കാൻ ശ്രമിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? ഈ 2 സമൂഹത്തിനും ഇവിടെ പരിഷ്കരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിഷ്കരണത്തിൻ്റെ ആവശ്യം വരുന്നത്. ഇസ്ലാം തന്നെയും ഒരു നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു. എന്താണ് അതിൻ്റെ തെളിവ്? ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം ബഹുമാനപ്പെട്ട മധുസാർ കണ്ടു കാണത്തില്ലല്ലേ? ഇതിൻ്റെ തുടക്കത്തിലൊരു പരാമർശമുണ്ട്. 1924 മുതൽ 1942 വരെയുള്ള കാലത്താണ് ഇതിൻ്റെ ഭാഗമായി നിരവധി പ്രക്ഷോഭങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ലഘുലേഖകൾ, ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. സ്വാമി ധർമ്മതീർത്ഥരുടെ ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം, സ്വതന്ത്ര സമുദായം, അസവർണർക്ക് നല്ലത് ഇസ്ലാം തുടങ്ങിയ പുസ്തകങ്ങൾ ശ്രീ നാരായണീയരുടെ സംഭാവനകളായിരുന്നു. നവോത്ഥാന നായകന്മാരുടെ പേരിൽ അങ്ങ് എണ്ണി പറഞ്ഞ ശ്രീനാരായണ ഗുരു ഉണ്ടല്ലോ, ആ പരിഷ്കർത്താവിൻ്റെ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ആളുകൾ, അവർ രചിച്ച കൃതികളിലൊന്നാണ് അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഇവിടെ അധസ്ഥിതരായിട്ടുള്ള ജാതി മേധാവിത്വം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് സർവൈവൽ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ഇസ്ലാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്ന് വരുമ്പോൾ എന്തിനാണ് ഇസ്ലാമിൽ ഒരു നവോത്ഥാന നായകൻ്റെ ആവശ്യം എന്ന് മാത്രമല്ല, ജാതി മേധാവിത്വം കൊണ്ട്, സവർണാധിപത്യം കൊണ്ട് ഏതൊരു സമൂഹമാണോ അധസ്ഥിത വർഗമാകുന്നത്, ഏതൊരു സമൂഹമാണോ പീഡനം അനുഭവിക്കുന്നത്, അവരിലേക്കല്ലേ നവോത്ഥാന നായകന്മാരുടെ ആവശ്യം വരുന്നത്? ഇസ്ലാം മത വിശ്വാസപ്രകാരം മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരനും ഇല്ല, വെളുത്തവനും കറുത്തവനുമില്ല, സവർണനും അവർണനുമില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾ ദളിത് മുസ്ലിം, ഈഴമ മുസ്ലിം, പെലയ മുസ്ലിം ഒന്നുമില്ല, മുസൽമാൻ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരും. ഏതായിരുന്നാലും പരിഷ്കരണം ആവശ്യമുള്ള സമൂഹത്തിനാണ് പരിഷ്കർത്താവിൻ്റെ ആവശ്യമുള്ളത്. അങ്ങ് ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ആ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി വായിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവും അയ്യാവൈകുണ്ഠ സ്വാമിയും അയ്യങ്കാളിയൊക്കെ ആവശ്യമാണ് എന്ന് നമ്മൾ തന്നെ പറയാതെ പറയും. 19-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട വില്യൻ ലോഗൻ്റെ മലബാർ മാനുവലാണ്. അതിൻ്റെ 80-ാമത്തെ പേജിലൊരു പരാമർശമുണ്ട്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ പരിഷ്കർത്താക്കൾ ഇവിടെ അനിവാര്യമായിരുന്നു എന്നുള്ളത്. താണജാതിക്കാർക്ക് എന്തായാലും തങ്ങളുടെ വീടിനെ തനതു പേരിൽ നമ്പൂതിരി മേധാവിയുടെ മുമ്പിൽ ഉച്ചരിച്ചുകൂടാ. ശ്രദ്ധിക്കണേ, ഒരു താഴ്ന്ന ജാതിക്കാരന് അവൻ്റെ സ്വന്തം വീടിനെ വീട് എന്ന് സവർണ മാടമ്പിമാരുടെ മുമ്പിൽ വെച്ച് വിളിച്ചുകൂടാ. അധകൃതനാണെന്ന് സംബന്ധിച്ചുകൊണ്ട് മേലാളന്മാരുടെ മുമ്പിൽ സ്വയം വസതിയെ ചാണകക്കുണ്ട എന്നവർ പറയണം. അഥവാ ഈ നാട്ടിലുള്ളൊരു കീഴാളന് അവൻ താമസിക്കുന്ന സ്വന്തം ഭവനത്തെ വീട് എന്ന് പറഞ്ഞുകൂടാ, ചാണകക്കുണ്ട എന്നവൻ പറയണം. അത്രയും അധമന്മാരായി അവർ ജീവിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പറയ വിഭാഗം എന്നൊരു വിഭാഗമുണ്ട്, കേട്ടിട്ടില്ലേ? പൊന്തക്കാടിൻ്റെ ഉള്ളിൽ സഹസ്രാബ്ദങ്ങളോളം നൂണ്ട് നടന്ന മനുഷ്യർ. എന്താ കാരണം ഇവിടുത്തെ മേലാളന്മാർ കണ്ടുപോയാൽ ദൃഷ്ടിപരമായ അയിത്തം സംഭവിക്കുന്നത് കൊണ്ട് അവർ വെട്ടത്തു വരാതെ, അവരെങ്ങാനും ഒരു ദൃഷ്ടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ കൊന്നുകളയും. ഇതൊക്കെ ഏത് സമൂഹത്തിലായിരുന്നു നടമാടിയത് എന്ന് വരുമ്പോൾ ഏത് സമൂഹത്തിലായിരുന്നു പരിഷ്കർത്താക്കളുടെ ആവശ്യമുണ്ടായിരുന്നത്? അക്കാലത്തൊന്നും മുസ്ലിമീങ്ങൾ ഈ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടേയില്ല. എന്ന് മാത്രമല്ല, മലയാളത്തിൻ്റെ വിശ്വകവിയായിരുന്ന പണ്ഡിറ്റ് കറുപ്പൻ പാടി എന്താണെന്നറിയോ? അല്ല, ഇവനൊരു പുലയനല്ലേ, അള്ളാമതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാ തടസ്സം ഇല്ലത്തും പോകാം ജ്ഞാനപ്പെണ്ണെ, നോക്കൂ സുന്നത്തിൽ മഹാത്മ്യം ജ്ഞാനപ്പെണ്ണെ. കുമാരനാശാൻ എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ചെറുവം പോയി തൊപ്പിയിട്ടാൽ ചിത്രാവനത്തിൽ ചാരത്തിരിക്കുവാൻ ഒട്ടും പേടിക്കേണ്ട നമ്പുരാര്. തൊപ്പിയിട്ട് വന്നാൽ ആശാന്റെ പരാമർശമാണ്.
ഇസ്ലാമിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ ഏത് തമ്പ്രാന്റെയും ഏത് യജമാനന്റെയും ഏത് രാജാവിന്റെ മുമ്പിൽ പോയി അവന് നട്ടല് നിവർത്തി നിൽക്കാനുള്ള ആദർശമാണ് പരിശുദ്ധ ഇസ്ലാം അവനെ പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഇവിടെ വന്ന അറബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ദേശമായി വന്നപ്പോൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്. അത് മുസ്ലിമീങ്ങളെ എന്നല്ല, അല്ലയോ മനുഷ്യരെ, അറബിക്ക് അനറബിയെക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും ഒരു മഹത്വവും പരിശുദ്ധ ഇസ്ലാമിലില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് ജീവിച്ച് വിടവാങ്ങിപ്പോയ അറബ് ദേശത്ത് ഒരാൾ ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് ഇന്ത്യക്കാരനേക്കാളോ, ആ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ഇന്ത്യക്കാരന് അയാളെക്കാളോ എന്തെങ്കിലും മഹത്വമില്ലായ്മയോ ഒന്നുമില്ല. ദൈവത്തിങ്കൽ ഒരാൾ സ്വീകരിക്കപ്പെടുന്നത്, ഒരാൾ മഹത്വപ്പെടുത്തപ്പെടുന്നത് അവൻ്റെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ധാർമ്മിക നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം കൊണ്ടാണ്. ധർമ്മബോധമാണ് ഒരു മനുഷ്യനെ ഏറ്റവും നല്ല വ്യക്തിയായി, ദൈവത്തിങ്കൽ സ്വീകാര്യനായി ഗണിക്കപ്പെടുന്നത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ നാട്ടിലേക്ക് വന്ന അറബികൾ ഈ കേരളത്തിലെ സമൂഹത്തോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ ഈ ആശയത്തിൻ്റെ പിന്നാലെ കൂടിയത്